നമസ്കാരം, ജനത ജനലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവമാണ്. അതിൽ വിശിഷ്ട അതിഥിയായിട്ട് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ സ്കൂബ ഡൈവർ അതുല്യ മാമാണ്. അപ്പോൾ തൻ്റേതായിട്ടുള്ള ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ട് ഒരുപാട് യുവാക്കളെ പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് അതുല്യ മാം. അപ്പോൾ നമുക്ക് അതുല്യ മാമിനോടൊന്ന് സംസാരിക്കാം. മാം, ആദ്യമായിട്ട് ഈ ഫീൽഡിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ കരിയർ ചൂസ് ചെയ്തത്? ആക്ച്വലി ഞാനായിട്ട് കണ്ടുപിടിച്ച സംഭവമൊന്നുമല്ല. ഞാൻ അവിടെ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അധ്യാപിക പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു സ്പാർക്ക് അടിച്ചതാണ്. ഈ എന്താ പറയുക, പുരുഷന്മാർ മാത്രം ജോലി ചെയ്യുന്ന ഒരു ഏരിയ. ഞാൻ ജസ്റ്റ് ചിന്തിക്കുക, എന്തുകൊണ്ട് സ്ത്രീകൾ കടന്നു പോകുന്നില്ല, ആരെങ്കിലും ഒന്ന് കടന്നു പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. തോറ്റു പൊക്കോട്ടെ, പക്ഷേ ജയിച്ചാൽ ജയം, തോറ്റാ തോൽവി, പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് പോകുന്നത്. ചലഞ്ചിങ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, ഞാൻ ഗേൾസിലാണ് പഠിച്ചത് കൊണ്ട് ഇവരെന്നെ എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു ബോയ്സിനെ. പക്ഷേ മെൻ ആർ സിമ്പിൾ, അത്രയേ ഉള്ളൂ, മെൻ ആർ സിമ്പിൾ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, അതൊന്ന് ഷെയർ ചെയ്യാമോ? മറക്കാൻ, ഞാൻ ഫസ്റ്റ് ഡൈവ് തുടങ്ങിയ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ സ്കൂളിൽ എത്തിയത് വരെയുള്ള കാര്യങ്ങളും എനിക്ക് മറക്കാൻ പറ്റാത്ത തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് ഞാൻ ആ ഒരു കോഴ്സ് ചെയ്തിട്ട് ആ ഒരു 50 മീറ്റേഴ്സിന് ഞാൻ മുകളിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ഇന്ത്യയുടെ റെക്കോർഡും കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. ആൻഡ് അനദർ വൺ എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, ഫസ്റ്റ് ബ്രീത്ത്. ഞാൻ അണ്ടർ വാട്ടറിൽ ഞാൻ ആ ഒരു ഫസ്റ്റ് ബ്രീത്ത് എടുത്തില്ലേ, അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഈവൻ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കല്യാണം എന്നുള്ളത് വെറും സെക്കൻഡറി ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. കുട്ടികളെ പഠിപ്പിക്കുക, എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ അഭിരുചികളെ കണ്ടെത്തിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക. പാരൻസിൻ്റെ ഒരു അഭിരുചിയല്ല, കുട്ടികളുടെ അഭിരുചികളുടെ അതിനെയാണ് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പാരൻസ് അങ്ങനെ തന്നെയാണ്. നിനക്ക് എന്ത് വേണോ അത് നീ ചെയ്യേ എന്നുള്ളൊരു രീതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടുന്ന് ഒരു നോ എന്നുള്ളതോ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളതൊന്നുമില്ല. എനിക്ക് ആ ഒരു ഫ്രീഡം തന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ അത്രയൊക്കെ തന്നെ. ഇനി അവസാനമായിട്ട് ഇനി എന്താണ് ഭാവി ലക്ഷ്യങ്ങളൊക്കെ എന്താണ്? ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇതിലും ഇപ്പോൾ ഒരു 600 മീറ്റർ 700 മീറ്റർ പോകുന്ന സാച്ചുറേഷൻ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ജമ്പ് ചെയ്തിട്ട് ഡൈവ് ചെയ്യണം. പിന്നെ ടൈറ്റാനിക് കാണാൻ പോകണമെന്നുണ്ട്. പക്ഷെ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈറ്റാനിക് വന്ന് പോയി കാണണം. അന്ന് നമ്മുടെയൊക്കെ സിനിമയിലും അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടുള്ളൊരു കഥ മാത്രമാണല്ലോ. സോ അവിടെയൊക്കെ പോയി ഒന്ന് ഡൈവ് ചെയ്യണം എന്നുള്ള അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ സിനാനോടൊപ്പം ഹുസ്ന ഫെമി.